ഹായ് ഹലോ എല്ലാവർക്കും Minuskitchen ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള ഈ പായസത്തിൽ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പായസത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പ് സാബുനരി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ മലപ്പുറത്തെ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാബുനരി എന്നാണ് പറയല്. ചില ആൾക്കാർ ചവ്വരി അതുപോലെ സാഗോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ലോണം കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ. ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് മെൽറ്റായതിനു ശേഷം കുറച്ച് നട്ട്സ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് 1.5 കപ്പ് പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ നല്ല പോലെ വേവിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. വേറെ നമ്മൾ നെയ്യൊന്നും ആഡ് ചെയ്തിട്ടില്ല. നേരത്തെ നട്ട്സ് ചേർക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ള നെയ്യ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ലോണം തിളച്ച് വരുന്ന ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് പൈനാപ്പിൾ നല്ലോണം വേവിച്ചെടുക്കണം. പൈനാപ്പിളിന് കുറച്ചധികം വേവുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ യൂസ് ചെയ്യാം. കുക്കറിലാണെങ്കിൽ 2 വിസിൽ വരെ മതി. അപ്പോൾ തന്നെ പൈനാപ്പിൾ നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് സാബുനരി ഞാൻ കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. സാബുനരിക്ക് ഒറ്റ വിസിൽ വന്നാൽ മതി, അതിൽ കൂടുതൽ വേണ്ട. ഒരു വിസിൽ വരുമ്പോൾ തന്നെ കുക്കർ ഓഫ് ചെയ്യണം. അപ്പോൾ ആ സാബുനരിയൊക്കെ ഇവിടെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്ട്രൈനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം സാബുനരി നമ്മൾ കറക്റ്റ് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്, ഉടനെയൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ 20 മിനിറ്റ് ഒക്കെ ആയപ്പോൾ പൈനാപ്പിൾ ഇവിടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതിയാവും. അടുത്തതായിട്ട് പായസത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുക്കറിന് പകരം നിങ്ങൾക്ക് ഏത് പാത്രം യൂസ് ചെയ്യാം. ഈ ഒരു കപ്പിന് 3 കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാല് നല്ലോണം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാബുനരി ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക. സാബുനരി കുറച്ച് അധികം സമയമൊക്കെ വെക്കുമ്പോൾ അതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം. സാബുനരി ചേർത്തതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീന് മിൽക്ക്മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക്മെയ്ഡും പഞ്ചസാരയും കൂടിയാണ് നമ്മൾ ചേർക്കുന്നത്. മിൽക്ക്മെയ്ഡ് മാത്രം ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിന് ഒരു മടുപ്പുണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ 1/2 ടീന് മിൽക്ക്മെയ്ഡും ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. പൈനാപ്പിൾ പായസം ഉണ്ടാക്കുമ്പം ചില ആൾക്കാർ മിക്സിയിൽ അടിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ചെടുത്തിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. അപ്പം നട്ട്സ് വേണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ പായസം ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നട്ട്സ് ചേർത്ത് കൊടുത്തെന്നുള്ളൂ. ഇല്ലാണ്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ചേർത്തതിന് ശേഷം പായസം നല്ലോണം തിളപ്പിച്ചെടുക്കണം. പായസത്തിൽ ഫ്രഷ് ക്രീം ചേർക്കുമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള പായസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റും കൂടെയാണ് ഈ ഒരു സ്റ്റെപ്പ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ പായസം നല്ലോണം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ പായസം നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രം പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.